ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ബി.ജെ.പി കൌൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന സൊസൈറ്റിയിൽ പരിശോധന നടത്തി സഹകരണ വകുപ്പ്. ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി രേഖകൾ പരിശോധിച്ചത്. കൂടുതൽ പരിശോധനയ്ക്കായി ചില രേഖകൾ പിടിച്ചെടുത്തു. സൊസൈറ്റിയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. അതേസമയം അനിലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, ഗുഡ് ഈവനിംഗ്. ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുണ്ടോ, വായ്പ നൽകി തിരിച്ചു കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പലരോടും പറയുകയും ആത്മഹത്യാക്കുറിപ്പിൽ സൂചനകൾ ഇടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? സുജയ, ഇത് കേസ് അന്വേഷണവുമായി, അതായത് പോലീസിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. പക്ഷേ തിരുമല അനിലിന്റെ മരണത്തിന് ശേഷമാണ് ഈ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ചർച്ച വീണ്ടും സജീവമായി തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വേണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന വേണമെന്നുള്ളത് സഹകരണ വകുപ്പിന്റെ ഒരു തീരുമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. അത് ഔദ്യോഗികമായ ഒരു പ്രാഥമിക പരിശോധനയോ ഒന്നുമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള 65 അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമോ അല്ല. പക്ഷേ ഒരു പരിശോധന എല്ലാ രേഖകളിലും വേണം എന്നുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധന നടത്തിയത്. അവിടെ ഓഡിറ്റർമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും അവിടെ എത്തി രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വായ്പ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്രമക്കേടുകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ പല നിയമങ്ങളും പാലിക്കാതെ, അല്ലെങ്കിൽ ചട്ടങ്ങളും പാലിക്കാതെയാണ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് വായ്പ അനുവദിക്കുന്നതിൽ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ആ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. അതായത് ഈ സൊസൈറ്റി സെക്രട്ടറിയാണ് ഈ വായ്പകൾ അനുവദിക്കേണ്ടത്. പക്ഷേ നിലവിൽ സൊസൈറ്റി സെക്രട്ടറി അനുവദിച്ച വായ്പകളിൽ പലതും ചട്ടങ്ങൾ പാലിച്ചിട്ടുള്ളതല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അനുവദിക്കാവുന്നതിൽ കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുകൂടി പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രേഖകൾ കൊണ്ടുപോയിട്ടുള്ളത്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ തുടർ നടപടികൾ ഉണ്ടാവുക. നിലവിൽ ഈ ബാങ്കുമായി, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 റിപ്പോർട്ടുകളുണ്ട്. അതായത് ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ടും ഒന്ന് സഹകരണ രജിസ്ട്രാർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടും നിലവിൽ ഉണ്ട്. പക്ഷെ അത് കൂടാതെ അതിനുശേഷം ഉണ്ടായ കാലയളവിൽ, അതായത് തിരുമല അനിൽ മരിക്കുന്നതിന് ഏറെ നാളുകൾക്ക് മുൻപ് മുതൽക്ക് ഇന്ന് വരെയുള്ള, അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള കാലയളവിലെ രേഖകൾ കൂടി പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതലായി എന്തെങ്കിലും കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ സഹകരണ വകുപ്പ് നടത്തുന്ന അന്വേഷണവും പോലീസ് അന്വേഷണവുമായി ബന്ധമില്ലെങ്കിൽ പോലും അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൻ ക്രമക്കേടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഈ കേസിന്റെ തുടക്കം മുതൽക്ക് തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹകരണ വകുപ്പിന്റെ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്തായാലും വരും ദിവസങ്ങളിലും പരിശോധന തുടരും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലത്തെ ദിവസമാണ് പരിശോധന നടന്നത് എന്നുള്ളത് കൂടി പ്രത്യേകതയാണ്. കാരണം ഇന്നലത്തെ അതേ ദിവസം തന്നെയാണ് സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള നീലിമ ആർ കുറുപ്പിനെ മൊഴിയെടുപ്പിന് ഹാജരാകാൻ വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചിരുന്നത്. പക്ഷേ നീലിമ ഹാജരായില്ല. തനിക്ക് സൊസൈറ്റിയിൽ ചില കാര്യങ്ങളുണ്ട്, അവിടെ ഓഡിറ്റിംഗ് നടക്കുകയാണ്, അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷേ അവിടെ സൊസൈറ്റിയിൽ നടന്നിരുന്നത് ഈ പരിശോധന, സഹകരണ വകുപ്പിന്റെ പരിശോധനയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നീലിമയുടെയും കൂടി സൗകര്യം അനുസരിച്ചുകൊണ്ട് ഹാജരാവാൻ പോലീസ് ഒന്നുകൂടി ആവശ്യപ്പെടും. ആ സമയത്ത് നൽകിയത് ഹരിമോഹനാണ്. താങ്ക് യു ഹരി. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.